ഞാനൊരു മലയാളിയാണ്. പോരാത്തെ ഞാനൊരു കൊല്ലക്കാരനാണ്. പക്ഷേ ഈ കൊല്ലത്ത് നടക്കുന്ന സംഭവങ്ങൾ കേട്ടോണ്ടല്ലോ അത് നമുക്ക് സഹിക്കത്തില്ല. ഈ ഹരികൃഷ്ണൻ എന്ന് പറഞ്ഞൊരു പയ്യൻ വെറും കുട്ടിയാണ്. വെറും 16-17 വയസ്സുള്ളൊരു കൊച്ചു പയ്യനെ ഈ 10-55 വയസ്സുള്ളവർ ഈ തല്ലിക്കൊല്ലുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സിനിമയിൽ ചിലപ്പോൾ സീൻസ് കണ്ടിട്ട് നമ്മൾ കിടന്ന് ദേഷ്യപ്പെടും, രോഷകാരാവും ഇല്ലേ? അതുപോലെ തന്നെ ആ സമയത്ത് ആ സീൻസ് കണ്ടിട്ട് വിഷമിക്കുന്ന അല്ലെങ്കിൽ ദേഷ്യപ്പെടുന്ന, ചോദ്യം ചെയ്യുന്ന അമ്മാവന്മാർ തന്നെയാണ് ഇപ്പം ഈ പാമ്പയ്യനെ അടിച്ചത്. ഇവരെയൊക്കെ മനുഷ്യരായിട്ട് കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. ആ കുട്ടിയുടെ അച്ഛന് പാർക്കിൻസൺ ഡിസീസാണ്, അമ്മ ഡിസേബിൾഡാണ്. ഒരു പയ്യന് ഒരു ഉദ്ദേശത്തിലാണ് ഇപ്പം കൊല്ലത്തു നിന്ന് വരുന്ന ഒരുപാട് നെഗറ്റീവ് ന്യൂസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോഴത്തേക്കും ഞാനെപ്പോഴും പറയും, ഓക്കെ, ഇത് എല്ലായിടത്തും സംഭവിക്കും, നമ്മളെ മാത്രം ഇങ്ങനെ പോയിന്റ് ചെയ്യുന്നു, മറ്റേത് മറിച്ചത്. പക്ഷേ ഇറ്റ് ഈസ് ടൈം ടു സ്റ്റോപ്പ് തിങ്കിങ് ലൈക്ക് ദാറ്റ് ആൻഡ് ആസ്ക് യു വൈ ദിസ് ഈസ് ഹാപ്പനിങ്. എന്തുകൊണ്ടാണ് ബീഫിൻ്റെ പേരിലും ചിക്കൻ ലെഗിൻ്റെ പേരിലും കറി കുറഞ്ഞു എന്ന് പറഞ്ഞും നമ്മുടെ കൊല്ലത്ത് ഇത്രയും പ്രശ്നം ഉണ്ടാകുന്നത്? കൊല്ലത്ത് മാത്രമൊന്നും ഞാൻ പറയുന്നില്ല, നമ്മളെല്ലാം മനുഷ്യരാണ്. ഒന്നും പറഞ്ഞ് രണ്ടാമത് എന്തിനാണ് ആളുകളെ കൊല്ലാൻ പോണത്? എന്തിനാണ് ഈ വയലൻസിലോട്ട് കിടക്കുന്നത്? ഇത് ഈ പാവം പയ്യൻ എന്ത് ചെയ്തിട്ടാണ്? അവനൊരു അമ്പലത്തിൽ, മഴത്തടിയിൽ അമ്പലത്തിൽ ഉത്സവത്തിന് പോയ പയ്യനെ പിടിച്ചു നിർത്തി. അപ്പോൾ വേറെ ആരോ ഉണ്ടാക്കിയ പ്രശ്നം, അതിൽ ഇവൻ അതിൻ്റെ ഭാഗമാണെന്ന് വിചാരിച്ചു. ഇവനെ പിടിച്ചു വരുത്തി. ഇവനെ അവിടെ ഇവൻ്റെ സ്വന്തം അമ്മയ്ക്ക് വിളിച്ചു. അമ്മയ്ക്ക് തെറി വിളിച്ചാൽ തിരിഞ്ഞു നോക്കാത്ത ഏതെങ്കിലും എടുത്തുണ്ടാവും? ഇല്ല. അമ്മയ്ക്ക് തെറി വിളിച്ചാൽ ആരായാലും ചോദിക്കും. അതുപോലെ അവൻ തിരിഞ്ഞ്, അവൻ പയ്യനാണ്, കൊച്ചു പയ്യനാണ്. അവൻ തിരിഞ്ഞ് ജസ്റ്റ് തേച്ചിട്ട് നോക്കും. അത് അവനെ കുറ്റപ്പെടുത്താൻ പറ്റത്തില്ല. അവൻ നോക്കിയില്ലെങ്കിലാണ് അവനെ കുറ്റപ്പെടുത്തേണ്ടത്. അവൻ നോക്കി. അപ്പോൾ ഉടനെ അവൻ്റെ അടുത്ത് കയറി ചൂടായി, എന്തിന് നീ വന്നു മറിച്ചതെന്ന് ചോദിച്ചു. അവൻ എൻ്റെ അമ്മയെ പറഞ്ഞുകൊണ്ടാണ് എന്ന രീതിയിൽ സംസാരിച്ചു. അതിനുശേഷം അവൻ അന്ന് നടന്ന സംഭവം അവൻ്റെ റിലേറ്റീവിനോട് എന്ന് പറഞ്ഞു. അപ്പോൾ അവർ ഇവൻ്റെ കൂടെ ചെന്ന് ചോദിക്കാൻ ചെന്നപ്പോഴത്തേക്ക് ഇവരെ 3 പേരെ എടുത്തിട്ട് അടിച്ചു. അവനെ അവിടെ മരണപ്പെട്ടു. ഈ ചെയ്ത ഈ അപ്പൂപ്പൻ, ഈ ഞാൻ ചീത്ത വിളിക്കുന്ന ഒരാളാണ്, എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല ആക്ച്വലി. ഇവനെയൊക്കെ നമ്മൾ മനുഷ്യരായിട്ട് കാണാൻ പറ്റുമോ? 10-55 വയസ്സുണ്ട്. എൻ്റെ അച്ഛനെക്കാട്ടി പ്രായമുണ്ട്. ഈ 55 വയസ്സുള്ളവന്മാർ അവൻ്റെ മക്കളെ പ്രായമല്ലേ കാണത്തുള്ളൂ. ഇവനൊക്കെ മക്കളെക്കാട്ടി ഇളയതായിരിക്കും ചിലപ്പോൾ. ഒരു 10-30 വയസ്സിലൊക്കെ കൊച്ചുണ്ടായിരിക്കുകയാണെങ്കിൽ ഇപ്പോൾ 20-25 വയസ്സുള്ള പിള്ളേരാണ് ഈ 55 വയസ്സുള്ളവന്മാർക്ക്. അവരെ എല്ലാവരും പോലീസ് പിടിച്ചു, നല്ല കാര്യം. പക്ഷെ എന്നാലും ആ നഷ്ടപ്പെട്ട ആ കുട്ടി, അച്ഛനമ്മയ്ക്ക് നഷ്ടപ്പെട്ട ആ മകനെ നമുക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റുമോ? ഇല്ല. പക്ഷെ ഇവനൊക്കെ ജസ്റ്റിസ് കൊടുത്തു. ഇവനൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ശിക്ഷ തന്നെ കൊടുക്കണം. ഇത് മാതൃകാപരമായിട്ട് കൊടുക്കണം. എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നതെന്നുള്ളത് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല. കാരണം ഇത് ഇറ്റ്സ് ബിയോണ്ട് എനിത്തിങ്. നമുക്ക് കോംപ്രിഹെൻഡ് ചെയ്യാൻ പറ്റുന്നതിനെക്കാട്ടും അപ്പുറമാണ്. ബിക്കോസ് ഒരു കൊച്ചു കുട്ടിയാണിത്. ഒരു 16 വയസ്സ് അവൻ ജീവിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ. അവൻ്റെ ലൈഫ് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇങ്ങനൊരു സിറ്റുവേഷനിൽ ഇവനോടൊക്കെ എന്ത് രീതിയിലാണ് നമ്മൾ ഉത്തരം, എന്ത് ചോദ്യമാണ് ചോദിക്കേണ്ടത്? ഇവരുടെയൊക്കെ മാനസികാവസ്ഥ എന്താണ്? ഇവനൊക്കെ നമ്മളിപ്പം ഈ ഇഷ്ടം പോലെ ഡ്രഗ്സിൻ്റെയൊക്കെ നമ്മൾ ഇഷ്ടം പോലെ കേൾക്കുന്നുണ്ട്. MDMA ഡ്രഗ്സ്, ഇതെല്ലാം യുവാക്കളുടെ കയ്യിലാണ്. നമ്മൾ യുവാക്കളാണ്. ഞാൻ യുവാവല്ല കേട്ടോ, എൻ്റെ പ്രായം കഴിഞ്ഞു. യുവാക്കളുടെ കയ്യിലാണ് ഇരിക്കുന്നത്. അതുപോലെ തന്നെ അവരെയാണ് ചോദ്യം ചെയ്യേണ്ടത്, അവരാണ് ഇത് യൂസ് ചെയ്യുന്നത് പറയുന്നത് പോലെ തന്നെ ഏറ്റവും അത്യാവശ്യമായിട്ട് ചെയ്യേണ്ടത് ഈ പ്രായത്തിലുള്ള ആളുകളെ ചെക്ക് ചെയ്യണം. 10-55 വയസ്സുള്ള. കാരണം ഇവന്മാർക്കൊക്കെ സപ്ലൈ ചെയ്യുന്നവരായിരിക്കും ഇവര് ലൈംലൈറ്റ് വരാത്ത മേ ബി യുവാക്കളായിരിക്കും കൂടുതൽ യൂസ് ചെയ്യുന്നത്. എനിക്ക് ഉറപ്പുണ്ട് ഇവന്മാരൊക്കെ ഏതെങ്കിലുമൊക്കെ സാധനം അടിച്ചിട്ടുണ്ടായിരിക്കും. വല്ല MDMA, വല്ല കഞ്ചാവോ, എനിക്കറിയാത്ത വല്ല എനിക്ക് ഇതിൻ്റെ പേരുകളൊന്നും അറിയില്ല. അങ്ങനെയുള്ള ഏതെങ്കിലുമൊക്കെ സംഭവങ്ങൾ അടിച്ചിട്ടായിരിക്കും ഇവന്മാർ യൂസ് ചെയ്യുന്നത്. ഈ ജസ്റ്റ് മദ്യപിച്ചെന്ന് പറഞ്ഞ് ഇങ്ങനെ ബിഹേവ് ചെയ്യത്തില്ല. എനിക്ക് തോന്നുന്നില്ല. ഇതൊക്കെ ഇവനെയൊക്കെ ചെക്ക് ചെയ്യണം. ഇതൊരു പുതിയൊരു നമുക്കൊരു കണ്ണുടക്കേണ്ട ടൈമായി. വി ഹാവ് ടു ഓപ്പൺ അവർ ഐസ് ബിക്കോസ് ദിസ് ഈസ് ഇൻജസ്റ്റിസ്. This is really injustice and we need to fight till Harikrishnan gets the justice he deserves. ഒരു പാവപ്പെട്ട ഒരു പയ്യനാണ്. ഇറ്റ്സ് അൺഫെയർ മാൻ. ലൈഫ് ഈസ് അൺഫെയർ. ഐ അഗ്രി. ബട്ട് ഇത് വളരെ വളരെ വാക്കുകൾ കൊണ്ട് എനിക്ക് പറയാൻ കഴിയില്ല. അത്രയ്ക്കും I'm hurt. I'm honestly hurt. I'm disappointed because I'm disappointed to say that it is happening in the same place I live. എൻ്റെ കൊല്ലത്ത് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് വിശ്വസിക്കാൻ പറ്റില്ല. ഇതല്ല എൻ്റെ കൊല്ലം. നമുക്ക് ഒരു വെള്ളപ്പൊക്കം ഉണ്ടായപ്പോൾ, ഒരു ഫ്ലഡ് ഉണ്ടായപ്പോൾ 2 കൈയിൽ നീട്ടി നമ്മൾ എല്ലാവരെയും സഹായിച്ചവരാണ് നമ്മളെ കൊല്ലക്കാർ. പക്ഷേ ഇപ്പോൾ എന്താണ് നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല.
വളരെ ഒരുപാട് വിഷമമുണ്ട്. പക്ഷെ ഇതല്ല എൻ്റെ കൊല്ലം, എനിക്കിങ്ങനെ കേൾക്കേണ്ട, ഇതല്ല എൻ്റെ കേരളം. ഒരിക്കലും ഇങ്ങനെ ആകാൻ പാടില്ല. പുറം ലോകത്തെ എല്ലാവരും വളരെ വളരെ റെസ്പെക്റ്റോട് കൂടി കാണുന്ന പ്ലേസാണ് നമ്മുടെ കൊല്ലം എന്ന് പറയുന്നത്. ഞാൻ പുറത്ത് താമസിക്കുന്ന ആളാണ്. നമ്മൾ കേരളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു ഭയങ്കരമായിട്ട് ഇമ്പ്രസ്ഡ് ആവുന്ന ഒരു പ്ലേസാണ് കേരളം എന്ന് പറയുന്നത്. വാവ്, റിലീജിയസ് ഹാർമണി, അവൻ ആദ്യം പറയുന്ന കാര്യമാണ് നേച്ചർ, ബ്യൂട്ടി ഓഫ് നേച്ചർ, ക്ലെൻലിനെസ്, ഇങ്ങനെ പറയുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പൊക്കി പറയുന്ന നമ്മുടെ കേരളത്തിൽ ഇതുപോലുള്ള കാര്യങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ, ബിക്കോസ് ദിസ് തിങ്സ് വിൽ സ്പ്രെഡ് ലൈക്ക് വൈൽഡ് ഫയർ. അപ്പോൾ ഇതൊരു ഭയങ്കര നെഗറ്റീവ് ഇമേജ് ആയിട്ട് മാറും. ഇതല്ല നമ്മുടെ കൊല്ലം. വി നീഡ് ടു ബി ബെറ്റർ ആൻഡ് ദിസ് ഗായ് ഡിസേർവ്സ് ഹിസ് ജസ്റ്റിസ്. അതിന് എന്ത് പറഞ്ഞാലും ദിസ് ഗായ് ഡിസേർവ്സ് ഹിസ് ജസ്റ്റിസ് ആൻഡ് ഹി ഷുഡ് ഗെറ്റ് ഹിസ് ജസ്റ്റിസ്.